ഇന്ന് ഡൈഫക്കുട്ടി ചോദിച്ചേ എന്താ അമ്മച്ചിയെ ചായക്ക് കടി. അപ്പോൾ ഇന്ന് ചായക്ക് കടി കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ ഓട്ടടയാണ് കേട്ടോ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓട്ടടൻ്റെ മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടേന്. അപ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അരിപ്പൊടിയും അതേപോലെ ശർക്കര ഉരുക്കി പറഞ്ഞ് അങ്ങനെ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ മാവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഉണ്ണിയപ്പം ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോറും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി. മാവ് ഉണ്ടാക്കിയത് വീഡിയോ എടുത്തില്ല. ഇനി ഇൻഷാല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇൻഷാല്ലാ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഉണ്ണിയപ്പം ചുടുമ്പോഴേ ഇടയ്ക്കൊക്കെ എനിക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ മാവ് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് അതിന് കയ്യും കാലും ഊരൊക്കെ വെച്ച് വരും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണവരുണ്ടെങ്കിൽ. എന്തായാലും നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴൻ്റെലേക്ക് ഇത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്, അതേപോലെ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.